ഇന്ത്യയിൽ പെൺശിശു ജനനനിരക്ക് ഏറ്റവും കുറഞ്ഞ സംസ്ഥാനമാണ് ഹരിയാന. 2011 സെൻസസ് അനുസരിച്ച് 1000 ആൺകുട്ടികൾ ജനിക്കുമ്പോൾ പെൺകുട്ടികൾ 834 പേര് മാത്രമാണ്. കേരളത്തിൽ ഇത് 1034 വരും. ഇന്ത്യയിൽ തന്നെ ഉയർന്ന ശരാശരി. എന്നാൽ ഹരിയാനയിൽ ചില ഗ്രാമങ്ങളിൽ മാറ്റങ്ങൾ കണ്ടു തുടങ്ങിയിരിക്കുന്നു. എന്തായിരിക്കും ഈ മാറ്റങ്ങൾക്ക് കാരണം? ഹരിയാനയിലെ ജിന്ദ് ജില്ലയിലുള്ള ഛപ്പർ എന്ന ഗ്രാമമാണിത്. ഇവിടെയാണ് പെൺശിശു ജനനനിരക്ക് കൂട്ടാനുള്ള മാതൃകാപരമായ പ്രവർത്തനങ്ങൾ നടന്നത്. ഛപ്പറിലെ പെൺകുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് നീലമാണ്. ഗ്രാമത്തിലെ മുൻ സർപ്പഞ്ചാണ് നീലം. ഒരർത്ഥത്തിൽ ഗ്രാമത്തിലെ നിരവധി പെൺകുട്ടികളുടെ പോറ്റമ്മയാണ് നീലം. मैंने इस फील्ड में जो ये जागरूकता मिशन शुरू किया, इसमें आने का मेरा एक मेन मकसद था. मेरे फादर आर्मी में थे. उन्होंने हमें साथ साथ हर स्टेट में ഞാനിവിടെ ജാഗ്രതാ മിഷൻ തുടങ്ങി. എൻ്റെ അച്ഛൻ ആർമിയിലായിരുന്നു. പല സ്ഥലങ്ങളിലും ജോലി ചെയ്തു. ഞങ്ങൾക്ക് വീട്ടിൽ സ്വാതന്ത്ര്യമുണ്ടായിരുന്നു. നല്ല വിദ്യാഭ്യാസം കിട്ടി. ഞാൻ ഈ ഗ്രാമത്തിൽ വന്നപ്പോൾ ഗ്രാമസഭയുടെ അധ്യക്ഷയായ സർപഞ്ചായി. ഞാൻ ശ്രദ്ധിച്ചപ്പോൾ സ്ത്രീകളുടെ അവസ്ഥ മോശമായിരുന്നു. അവരെല്ലാവരും മുഖപടം അണിഞ്ഞിരുന്നു. വിദ്യാഭ്യാസത്തിൽ പിന്നോക്കമായിരുന്നു. और साक्षरता मिशन के साथ जोड़ना है और यहाँ की बेटियों को भी ज़्यादा से ज़्यादा पढ़ने के लिए भेजना है और गर्ल चाइल्ड रेशो को इम्प्रूव. ഗ്രാമത്തിൽ സ്ത്രീകളെ ശാക്തീകരിക്കപ്പെടേണ്ടതുണ്ടെന്ന് ബോധ്യപ്പെട്ടു. സാക്ഷരതാ മിഷനുമായി ബന്ധപ്പെടണമെന്നും പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിൽ പിന്നോക്കം പരിഹരിക്കണമെന്നും പെൺശിശു ജനന നിരക്ക് വർദ്ധിപ്പിക്കണമെന്നും തീരുമാനിച്ചു. അതിനുവേണ്ടി വീടുകൾ തോറും കയറിയിറങ്ങി. ആദ്യമായി സാക്ഷരതയുള്ള സമൂഹത്തെ രൂപീകരിച്ചു. 16 അംഗ സംഘത്തെ സംഘടിപ്പിച്ചു. ഇവർ ഓരോ വീട്ടിലും കയറി ബോധവൽക്കരണം നടത്തി. അതിന്റെ റിസൾട്ട് ഇതാണ്. ഇപ്പോൾ പെൺകുട്ടികൾ അടുത്ത ഗ്രാമത്തിൽ പോയി പഠിക്കുന്നു. സാക്ഷരതയും ഉയർന്നു. പെൺശിശു ജനന നിരക്കും വർദ്ധിച്ചു. എന്റെ പ്രവർത്തനം വിജയിച്ചു എന്ന് പറയാം. गर्ल चाइल्ड रेशो है बहुत इम्प्रूव हो गया है. मेरी जो मेहनत थी वो रंग लाई है. पहले गर्ल चाइल्ड रेशो മുൻപ് പെൺശിശു ജനന നിരക്ക് 1000 ആൺകുട്ടികൾക്ക് 826 പെൺകുട്ടികളായിരുന്നു. ഇപ്പോൾ 1000 ആൺകുട്ടികൾക്ക് 968 പെൺകുട്ടികളായി. നേരത്തെ ഇത് 50% 70% വളർച്ച. പെൺകുട്ടികൾ ജനിച്ചാൽ ഇവിടെ ആഘോഷം നടക്കുന്നുണ്ട്. മിഠായി നൽകുന്നു, ലഡു വിതരണം ചെയ്യുന്നു. മാതാപിതാക്കളോട് ഇതേക്കുറിച്ച് അഭിമാനിക്കാൻ പറയും. ആൺകുട്ടികളെക്കാൾ പെൺകുട്ടികളാണ് പഠിക്കാൻ മിടുക്കരെന്ന് പറയും. പെൺകുട്ടികൾ പിറന്നാൽ വിഷമിക്കേണ്ടതില്ല. അവർ ആൺകുട്ടികളെക്കാൾ താഴെയുമല്ല. അവർക്ക് ഉന്നത വിദ്യാഭ്യാസം നൽകണം. അവരെ ഉയരങ്ങളിലെത്തിക്കണം. हमारे घर में लक्ष्मी आ गई बेटा, बड़े खुश हैं बेटा, बड़े खुश हैं. बहन जी सब ना राम राम. पोती हो या मेरे खुशी है बहन जी, खुशी है. हाँ सब ना खुशी है. बधाई है सबने. लक्ष्मी हो या लक्ष्मी.
प्रसाद लो लो जी लो माँ जी थोड़ा होते कपड़ा बैठो ना दो दे खुशी है खुशी हमारा पोती छोरी हुई है कोई बिछली आई है എന്തായിരുന്നു ചപ്പറിലെ മുൻ അവസ്ഥ? പെൺകുട്ടികളെ വിദ്യാലയങ്ങളിലേക്ക് പറഞ്ഞയക്കാറില്ല. വൻതുക സ്ത്രീധനം. അതുകൊണ്ട് തന്നെ ഒരു പെൺകുഞ്ഞ് പിറന്നാൽ വലിയ ബാധ്യതയാണെന്നാണ് പൊതുവെ കരുതപ്പെട്ടിരുന്നത്. पहले जो जनरेशन थी उसमें बेटियों को बेटों से कम പഴയ തലമുറയിൽപ്പെട്ടവർ വീടുകളിൽ പെൺകുട്ടികളെക്കാൾ ആൺകുട്ടികളെ പരിഗണിച്ചിരുന്നു. വിദ്യാഭ്യാസത്തിലും പിറകിലായിരുന്നു സ്ഥാനം. വീടിനകത്ത് പെൺകുട്ടികൾ ഭാരമായാണ് കണക്കാക്കിയിരുന്നത്. ये नहीं देखा जाता था कि बेटी के हित में क्या करना है क्या नहीं करना है, बेटी से कोई सलाह नहीं की जाती थी. अब चेंजेस ये आए हैं. ചെറിയ പ്രായത്തിൽ തന്നെ കല്യാണം കഴിച്ചയക്കുമായിരുന്നു, തെറ്റും ശരിയും അറിയാത്ത പ്രായത്തിൽ. ഇപ്പോൾ മാറ്റമുണ്ടായി. പെൺകുട്ടികൾ പഠിക്കാൻ പോകുന്നു. പഠിച്ചു കഴിഞ്ഞാൽ എന്തു ചെയ്യണമെന്ന് അവർക്കറിയാം. സ്പോർട്സിൽ താല്പര്യമുണ്ടെങ്കിൽ അതിനും സമ്മതിക്കും. ഉന്നത പഠനത്തിന് അയക്കാനും വീട്ടുകാർ തയ്യാറാവുന്നുണ്ട്. ജീവിതത്തിൽ മാറ്റങ്ങൾ വരുന്നുണ്ട്. हमारे गांव में 2015 में सर्वे हुआ था तो लड़कियों की संख्या कम थी, लड़कों की ज़्यादा थी. पर जो अब हमने ये प्रोग्राम चला रखा जो हमारी मैडम 2015 ഞങ്ങളുടെ ഗ്രാമത്തിൽ സർവേ നടന്നു. പെൺകുട്ടികൾ കുറവായിരുന്നു, ആൺകുട്ടികളായിരുന്നു കൂടുതൽ. ഞങ്ങൾ ഒരു പദ്ധതി നടപ്പിലാക്കി. നീലഞ്ചിക്കായിരുന്നു നേതൃത്വം. വീടുകൾ സന്ദർശിച്ച് ആളുകളെ മോട്ടിവേറ്റ് ചെയ്തു. 2 വർഷത്തിനു ശേഷം ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും സംഖ്യ ഒപ്പമെത്തി. जैसे पहले तो 1000 लड़कों पे 856 लड़कियां थी, इस बार 1000 लड़कों पे 927 लड़कियां हैं, जो सिर्फ डोर टू डोर विजिट करने से लोगों को. അന്ന് 1000 ആൺകുട്ടികൾക്ക് 856 പെൺകുട്ടികളായിരുന്നു. ഇപ്പോൾ 987 ആയി. ഞങ്ങൾ വീടുകളിൽ സന്ദർശനം നടത്തുമ്പോൾ ആൺപെൺ കുട്ടികളെ വ്യത്യാസമില്ലാതെ വളർത്തണമെന്ന് പറഞ്ഞു കൊടുക്കുമായിരുന്നു. ആൺകുട്ടികൾ ചെയ്യുന്ന എല്ലാ പണികളും പെൺകുട്ടികൾക്കും ചെയ്യാം. ഹരിയാനയിലെ മറ്റു ഗ്രാമങ്ങളെ പോലെയല്ല ചപ്പർ. സ്ത്രീകളുടെ മുൻകൈയിൽ കൊണ്ടുവന്ന പരിഷ്കാരങ്ങൾ ഇവിടെ മാറ്റം കൊണ്ടുവന്നിരിക്കുന്നു. മറ്റു ഗ്രാമങ്ങളെക്കാൾ പെൺകുട്ടികളുടെ എണ്ണം ഇവിടെ കൂടുതലാണ്. പെൺഭ്രൂണഹത്യകൾക്ക് കുപ്രസിദ്ധി ആർജിച്ചതാണ് ചപ്പർ പോലുള്ള ഹരിയാന ഗ്രാമങ്ങൾ. ഭ്രൂണ പരിശോധന കേന്ദ്രങ്ങളും ഭ്രൂണഹത്യക്കുള്ള സ്ഥാപനങ്ങളും ധാരാളം. എന്നാൽ ഇപ്പോൾ ഇതിന് ശക്തമായ വിലക്കുകളുണ്ട്. जो आशा वर्कर्स हैं वो डोर टू डोर जाती हैं, प्रेग्नेंट लेडी का नाम रजिस्ट्रेशन करती हैं. ആശാ വർക്കർമാർ ഗ്രാമത്തിലെ വീടുകൾ തോറും കയറി ഇറങ്ങുന്നു. അവർ ഗർഭിണികളുടെ പേര് രജിസ്റ്റർ ചെയ്യും. മുൻപ് 3 മാസത്തിനു ശേഷം ടെസ്റ്റ് ചെയ്തിട്ട് പെൺകുട്ടിയാണെങ്കിൽ അബോർഷൻ ചെയ്യും. ഇപ്പോൾ അത് നടക്കില്ല. രജിസ്റ്റർ ചെയ്തതുകൊണ്ട് അബോർഷൻ ചെയ്താൽ അറിയും, ആക്ഷൻ എടുക്കും, കുഞ്ഞിന് എന്തു പറ്റിയെന്ന് അന്വേഷിക്കും. ഇപ്പോൾ 95% പ്രസവം നടക്കുന്നു. എന്നാൽ 5% പേർ ഇപ്പോഴും തയ്യാറായിട്ടില്ല. लिंग जांच करवाना कानूनी जुर्म है. ഗർഭധാരണം മുതൽ രജിസ്റ്റർ ചെയ്യുന്നതുകൊണ്ട് ഭ്രൂണഹത്യയെക്കുറിച്ച് അറിയാൻ സാധിക്കുന്നു. ഗർഭിണികൾക്ക് കാർഡ് നൽകുന്നുണ്ട്. ഗർഭിണികൾ പ്രസവിക്കാനായി ആശുപത്രിയിലെത്തിയില്ലെങ്കിൽ ഞങ്ങൾ അന്വേഷിക്കും. राम 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 बेटे राम राम. इसको अपना ये दूध पिलाना है जितनी बार भी पिलाना है.
देख लेंगे। മറ്റൊരു ദുരാചാരമാണ് സ്ത്രീധനം. പെൺകുട്ടികൾ പിറന്നു വീഴുമ്പോഴേ കുടുംബത്തിന് ബാധ്യതയാകുന്നു. ആൺകുട്ടികൾക്കാണെങ്കിൽ ജോലി ചെയ്യാനും പഠിക്കാനുമായി ഗ്രാമത്തിന് പുറത്തേക്ക് പോകാം. പെൺകുട്ടികൾക്ക് വീട്ടുജോലി. പലരെയും വളരെ ചെറുപ്പത്തിൽ തന്നെ വിവാഹം ചെയ്തയക്കുന്നു. पहले दहेज प्रथा थी और वो एक कलंक था। पहले ये सोचते थे कि बेटी पढ़ी മുൻപ് സ്ത്രീധന സമ്പ്രദായം ശക്തമായിരുന്നു. മാതാപിതാക്കൾ കരുതിയിരുന്നത് പെൺകുട്ടികളെ പഠിപ്പിക്കേണ്ടതില്ല എന്നതാണ്. വീട്ടിലെ പണികൾ ചെയ്താൽ മതി. പെൺകുട്ടികളെ 18 വയസ്സിന് മുൻപ് കല്യാണം കഴിച്ചയക്കും. क्योंकि वो पढ़ी लिखी नहीं है। आज चेंजेस इतना है कि बेटियां बहुत ऊंची पढ़ी लिखी हैं और उसके बराबर का ही उस लड़का ढूंढते हैं, तो उसमें दहेज की कोई कंडीशन नहीं होती और पेरेंट्स के ऊपर कोई प्रेशर। ഇപ്പോൾ 25 വയസ്സ് കഴിഞ്ഞാൽ മാത്രമേ പെൺകുട്ടികൾ കല്യാണത്തിന് തയ്യാറാകുന്നുള്ളൂ. ആൺകുട്ടികളും പെൺകുട്ടികളും തുല്യരാണ്. അതുകൊണ്ട് സ്ത്രീധനത്തെക്കാൾ വിദ്യാഭ്യാസത്തിനാണ് മുൻതൂക്കം നൽകുന്നത്. ഈ തിരിച്ചറിവുകളുടെ അടിസ്ഥാനം വിദ്യാഭ്യാസ രംഗത്ത് വന്ന മാറ്റങ്ങളാണ്. അറിവും അവകാശബോധവും സ്വാഭിമാനവും ഉയർന്നതോടെ പെൺകുട്ടികൾ മുന്നേറാൻ തുടങ്ങി. लेकिन जब मुझे दिखाई नहीं दे रहा, आगे ठोकर लगेगी तो क्या होगा? मैं गिर जाऊंगी। अब मैं गिर गई, मुझे 4 आदमी उठाने के लिए आए, उससे तो अच्छा ये था कि मैं थोड़ी सी मर्यादा नहीं चल लेती, थोड़ा सा ऐसे चल लेती, गिरती भी ना और मुझे 4 आदमी हाथ लगाने भी ना आते। ठीक है। 1 अप्रैल से ഏപ്രിൽ 1 സ്കൂളിൽ അഡ്മിഷൻ തുടങ്ങും. ഞങ്ങൾ വീട് തോറും കയറിയിറങ്ങി മാതാപിതാക്കളെ ബോധവൽക്കരിക്കും. പെൺകുട്ടികളെ സ്കൂളിൽ അയക്കണമെന്ന് നിർബന്ധിക്കും. സർക്കാർ സഹായങ്ങൾ നൽകുന്നുണ്ട്. അതിന്റെ ഫലമായി ഈ സ്കൂളിൽ ആൺകുട്ടികളെക്കാൾ പെൺകുട്ടികളാണ് കൂടുതൽ. गर्ल चाइल्ड एजुकेशन बहुत इम्प्रूवमेंट है और गांव में പെൺകുട്ടികളുടെ വിദ്യാഭ്യാസം ഇപ്പോൾ നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. 3 വർഷം മുൻപ് 50% ഇപ്പോൾ 68% ഉയർന്നിട്ടുണ്ട്. पहले क्या था, रूढ़िवादी की वजह से या हम दूसरे कारणों की वजह से, सामाजिक कारण भी थे उसमें, आर्थिक कारण भी थे उसमें, हमारी जो लड़कियां थी एजुकेशन ले सकती थी. പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിൽ പഴയതിനേക്കാൾ വലിയ മാറ്റം വന്നിട്ടുണ്ട്. മുമ്പ് കാരണങ്ങൾ പലതായിരുന്നു. രാഷ്ട്രീയവും സാമൂഹികമായ കാരണങ്ങളുണ്ട്. जो प्रेजेंट में हम देखते हैं इस विचार में काफी सुधार आया है और सुधार का मेन कारण क्या है? പണ്ട് പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകുന്നതിന്റെ പ്രാധാന്യം അറിയില്ലായിരുന്നു. അന്ന് എന്തെങ്കിലും തിന്നാൻ കിട്ടിയാൽ മതി. ഇന്ന് തിരിച്ചറിവുണ്ട്. അച്ഛനും അമ്മയ്ക്കും ഇപ്പോൾ വിദ്യാഭ്യാസമുണ്ട്. जब लड़कों को शिक्षा दी जाती है तो लड़कियों क्यों नहीं, इतना समझते हैं. इसके साथ साथ ये भी देखते हैं कि भाई लड़की अगर पढ़ जाती है तो 2 परिवार सुधर जाते हैं. പെൺകുട്ടി പഠിച്ചാൽ 2 കുടുംബങ്ങൾക്കാണ് നേട്ടം. 1 മാതാപിതാക്കളോടൊപ്പമുള്ള കുടുംബം, 2 ഭർത്താവുമൊത്തുള്ള സ്വന്തം കുടുംബം. ഇത് ഇപ്പോഴത്തെ അച്ഛനമ്മമാർ മനസ്സിലാക്കുന്നുണ്ട്. माँ बाप अच्छी तरह समझते हैं. बेटियां पहले बहुत ही यहाँ पे कम पढ़ती थी और अब बेटियां बहुत आगे पहुँच चुकी हैं, बहुत आगे बढ़ चुकी हैं. പെൺകുട്ടികൾക്ക് മുമ്പ് വലിയ പഠിപ്പൊന്നുമില്ലായിരുന്നു. എന്നാൽ ഇപ്പോൾ വളരെ മുന്നോട്ടാണവർ. ഗ്രാമത്തിലെ സ്കൂളിൽ പഠനം കഴിഞ്ഞാൽ തുടർ പഠനത്തിനായി അവർ മറ്റൊരു ഗ്രാമത്തിലേക്ക് പോകുന്നുണ്ട്. കളിക്കാനും പോകുന്നുണ്ട്. ഇപ്പോൾ പെൺകുട്ടികൾ വളരെ ജാഗരൂകരാണ്. बहुत ज़्यादा जागरूक हो गए हैं. പെൺകുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ള പ്രവർത്തനത്തിന് പുറമെ നീലമിൻ്റെ മറ്റൊരു മേഖലയാണ് മുഖാവരണത്തിനെതിരെയുള്ള പ്രചാരണം. വളരെയധികം ആൺകോയ്മ നിലനിൽക്കുന്ന ഈ ഗ്രാമത്തിൽ പക്ഷേ അവരുടെ പ്രവർത്തനം ഫലം കണ്ടു. एक बार मैं सफ़ीदों गई हुई थी. सफ़ीदों में एक हॉस्पिटल है, माँ भार्गव देवी अस्पताल. उसके सामने मैं खड़ी थी ऑटो में बैठने के लिए. सामने से एक लेडीज़ आई, उसने घूंघट कर रखा था. तो जैसे ही वो बाहर आई
ऐसे रोड क्रॉस करना पड़ता है, तो उस साइड से एक बाइक वाला आया, उसने घूंघट कर रखा है पूरी ഒരു तरह से। ദിവസം ഞാൻ സഫേദോ എന്ന പട്ടണത്തിൽ പോയി. അവിടെ ആശുപത്രിയുണ്ട്. അതിനു മുൻപിൽ ഞാൻ ഓട്ടോയിലിരിക്കുമ്പോൾ മുന്നിലൊരു സ്ത്രീ വന്നിരുന്നു. അവർ മുഖപടം ധരിച്ചിരുന്നു. അവർ റോഡ് കുറുകെ കിടക്കുമ്പോൾ ഒരു ബൈക്ക് വരുന്നുണ്ടായിരുന്നു. മുഖപടം ധരിച്ചിരുന്നതിനാൽ അവർ ബൈക്കുകാരനെ കണ്ടില്ല. അവർ ബൈക്കിടിച്ച് താഴെ വീണു. ആ ദിവസം ഞാൻ തീരുമാനിച്ചു മുഖപടത്തിനെതിരെ എന്തെങ്കിലും ചെയ്യണമെന്ന്. मैंने प्रण ले लिया था कि मैं कोशिश जारी रखूंगी अपनी कि इस घूंघट प्रथा के विरोध में आवाज उठाती रहूंगी। और मैंने गांव में आके सभी महिलाओं को इकट्ठा किया और उन सबको मैंने बताया, वो हादसा बताया कि आज मैंने वहाँ पे क्या देखा। हो सकता है उसका पैर टूट गया होगा लेडीज का, या उसके सर पे चोट आई होगी, लेकिन सिर्फ एक उसका कारण क्या था कि उसने ഗ്രാമത്തിലെത്തി घूंघट कर रखा था। സ്ത്രീകളോട് ഈ വിവരം പറഞ്ഞു. ये लगा പക്ഷേ സ്ത്രീകൾ പറഞ്ഞു മുഖാവരണം മാറ്റാൻ കഴിയില്ലെന്ന്. പതുക്കെ പതുക്കെ മാറ്റം വരുത്തി തുടങ്ങി. ഇപ്പോൾ 30% പേർ മാത്രമാണ് മുഖപടം ഉപയോഗിക്കുന്നത്. 70% പേരും इतनी आगे बढ़ ഉപേക്ഷിച്ചു. रही है अपनी मर्यादा में रह के। तो अब आज का दौर ये है कि यहाँ इस गांव में 70% महिलाएं घूंघट नहीं करती हैं, खोल चुकी हैं। 30% महिलाएं जो नेगेटिव थिंकिंग की हैं वो भी धीरे धीरे पॉजिटिव हो जाएंगी। हम अपना प्रयास जारी रखेंगे। വാൽമീകി, ചമർ എന്നീ ദളിത് വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകൾക്കിടയിലാണ് ചമർ വിഭാഗത്തിൽപ്പെട്ട നീലത്തിൻ്റെ പ്രവർത്തനം. പക്ഷേ ഗ്രാമത്തിലെ പുരുഷന്മാർ ഇതിനെ ശക്തിയായി എതിർത്തു. मेल अपनी फीमेल्स के ऊपर प्रेशर डालते हैं कि नहीं, ऐसे मुंह नहीं खोलना है, घूंघट नहीं करना है। ഗ്രാമത്തിലെ ആണുങ്ങൾ മുഖപടം വേണമെന്ന് തന്നെ ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ സ്ത്രീകൾ എതിർത്തു. അതൊക്കെ പഴയ കാലത്താണ്. എന്തിന് ഞങ്ങൾ മാത്രം മുഖപടം ധരിക്കണമെന്ന് അവർ ചോദിച്ചു. അങ്ങനെയെങ്കിൽ 50% വീതമാകാം. ആഴ്ചയിൽ 3 ദിവസം പുരുഷന്മാർ മുഖപടം ധരിക്കട്ടെ, ബാക്കി 3 ദിവസം ഞങ്ങൾ ധരിക്കാം, അല്ലെങ്കിൽ ഞങ്ങൾ ധരിക്കില്ല. അങ്ങനെ പുരുഷന്മാർ പോസിറ്റീവായി ചിന്തിച്ചു തുടങ്ങി. ഇപ്പോൾ മുഖപടം ധരിക്കുന്നതിന് അവർ നിർബന്ധിക്കാറില്ല. നീലത്തിൻ്റെയും കൂട്ടുകാരികളുടെയും പ്രവർത്തനം ഗ്രാമത്തിൻ്റെ മുഖച്ഛായ തന്നെ മാറ്റി. ഇപ്പോൾ പെൺകുട്ടികൾ മാത്രമുള്ള വീടുകൾ ധാരാളം. हमें लोगों की कोई परवाह नहीं है. हमें तो हमारी बेटी है, ये बेटे से बढ़कर हमें. എനിക്ക് 3 പെൺകുട്ടികളാണ്. 3 പേരും എനിക്ക് ഒരുപോലെയാണ്. ആൺകുട്ടികൾ തന്നെ വേണമെന്ന് നിർബന്ധമില്ല. രണ്ടും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. പക്ഷേ ആൺകുട്ടികളെക്കാൾ മുകളിലാണ് പെൺകുട്ടികൾ. അവർ ഒരു ബാധ്യതയൊന്നുമല്ല എനിക്ക്. കേന്ദ്ര സർക്കാരിൻ്റെ ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ എന്ന പദ്ധതിക്ക് മുമ്പ് തന്നെ നീലം പ്രവർത്തനം തുടങ്ങുകയും വിജയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും തയ്യൽക്കട നടത്തിയും നാട്ടുകാരിൽ നിന്ന് സംഭാവന പിരിച്ചുമാണ് പ്രവർത്തനങ്ങൾ തുടരുന്നത്. ഹരിയാനയിലെ പെൺകുട്ടികൾ സ്പോർട്സിലും വിദ്യാഭ്യാസത്തിലും ഉന്നത വിജയം നേടുമ്പോൾ അതിലെ ഒരംശം നീലത്തെപ്പോലുള്ള ഗ്രാമക്ഷേമ പ്രവർത്തകർക്ക് അവകാശപ്പെട്ടതാണ്. मेरा एक सपना है बस गर्ल चाइल्ड रेशो को इम्प्रूव करना और गर्ल्स की എനിക്കൊരു സ്വപ്നമുണ്ട്. പെൺശിശു ജനന നിരക്ക് ഉയരണം. ഈ ഗ്രാമത്തിൽ ഉന്നത പഠനം കഴിഞ്ഞ ഒരു പെൺകുട്ടിയുമില്ല. ആ അവസ്ഥ മാറണം. എൻ്റെ മകനുള്ള അവകാശം മകൾക്കുമുണ്ട്. അതെന്റെ ഉറച്ച തീരുമാനമാണ്. ठाणी कला दो